സമരിയായി അന്ധവിശ്വാസത്തിലേക്കും മന്ത്രവാദത്തിലേക്കും തള്ളിവിടുന്നു. വ്യാജ പ്രവാചകരിൽ നിന്നും സമരിയായി രക്ഷിക്കാൻ ഗിലെയാദിലെ തിഷ്മയിൽ നിന്നുമുള്ള ഏലിയായി ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നു. ഏലിയ സമരിയായിൽ കത്തുന്ന അഗ്നിയായി മാറും. ഏലിയ പ്രവാചകൻ. എന്റെ ദൈവമേ, ആകാശവും ഭൂമിയും സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച എന്റെ ദൈവമേ, അങ്ങയുടെ ദാസൻ അവിടുത്തെ മുമ്പിൽ ശിരസ് നമിക്കുന്നു. അന്ധവിശ്വാസത്തിന്റെ തിമിര് ബാധിച്ച സമരിയായി സത്യദൈവത്തിന് സാക്ഷ്യം നൽകാൻ ഇതാ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പാറക്കൂട്ടങ്ങൾക്ക് തീ പിടിച്ചിരിക്കുന്നു. ബാലദേവൻ പാറക്കൂട്ടങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടതാവാം. എന്റെ ജനമേ, നിങ്ങൾ അനുതാപത്തിന്റെ ചാക്കൊടുക്കുവിൻ. അന്യ ദൈവാരാധന എത്ര വലിയ മാരക പാപമാണെന്ന് തിരിച്ചറിയുവിൻ. ബാലദേവനെതിരെ ശബ്ദമുയർന്നത് കണ്ടില്ലേ? നീ ആരാണ്? ഞാൻ ഏലിയ, സത്യദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ഏലിയ പ്രവാചകൻ. ഉച്ചവയിൽ തലകടിച്ച് ഇവന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇവന്റെ വാക്ക് ശ്രമിച്ച നമ്മുടെ ശിരസ് പൊട്ടിത്തെറിക്കട്ടെ. നിവാസികളെ, സമരിയായുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. സമരിയായുടെ ഗോതമ്പ് വയലുകൾ നമ്മെ മാടി വിളിക്കുന്നു. സമരിയാക്കിന്ന് വിളവെടുപ്പ് മഹോത്സവം. സർവശക്തൻ ആഹാബ് രാജാവിന് ദീർഘായുസ്സും സർവമഹത്വവും നേരുന്നു. ബാൽദേവന്റെ അനുഗ്രഹമുണ്ട്. കഴിഞ്ഞൊരു വർഷക്കാലം നമുക്ക് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കാലമായിരുന്നു. പ്രഭു, അതാണ് ഞാൻ പറഞ്ഞത്. ഈ വർഷാരംഭത്തിൽ തന്നെ ബാൽദേവനുള്ള നവദിന പൂജകൾ ആരംഭിക്കണമെന്നും നേർച്ചകളും കാഴ്ചകളും സ്വീകരിച്ചാൽ പിന്നെ ബാൽദേവൻ നമ്മുടെ ദേശത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഒബാദിയ, ഇന്നു തന്നെ ബാലിന്റെ പ്രവാചക ഗണത്തെ ആളയച്ചു വിളിപ്പിക്കണം. കർത്താവിന്റെ 100ഓളം പ്രവാചകന്മാർക്ക് ഒളിച്ചു താമസിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തതേ ഒബാദിയാണെന്നുള്ള കാര്യം അങ്ങ് മറന്നോ? ഇങ്ങനെയുള്ള ഒരാളെ അങ്ങയുടെ പ്രധാന കാര്യസ്ഥ സ്ഥാനത്ത് നിർത്തുന്നത് അത്ര ശരിയല്ല. ഉഷായ്, ഒബാദിയ എന്നും നമ്മുടെ വിശ്വസ്തനാണ്. അവൻ നമുക്കെതിരെയോ നമ്മുടെ രാജ്യത്തിനെതിരെയോ ഒന്നും ചെയ്യില്ല. അങ്ങയുടെ വിശ്വാസം അതാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. പ്രഭു, ഈലിസബൽ രാജ്ഞി മലമുകളിൽ അഗ്നിക്ക് നടുവിൽ പ്രത്യക്ഷപ്പെട്ട വ്യാജ പ്രവാചകനെ
കാതുകളിലും എത്തി. ഈ കാര്യത്തിനും കൂടി ഒരു പരിഹാരം നിർദ്ദേശിക്കുവാൻ വേണ്ടിയാണ് നാം ബാലിന്റെ പ്രവാചക ഗണത്തെ ആളയച്ച് വിളിപ്പിക്കുന്നത്. ബാലിനെതിരെയും സമരിയായുടെ അധികാരി അങ്ങേക്കെതിരെയും സംസാരിച്ച ആ വ്യാജ പ്രവാചകന്റെ നാവ് എനിക്ക് വേണം. ബാലിന്റെ പ്രവാചക ഗണങ്ങൾ ദിക്ക് നോക്കി പ്രവചിക്കട്ടെ. ദിക്ക് നോക്കി പ്രവചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതവന സത്യദൈവത്തിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. ഏലിയ മന്ത്രകോലിന്റെ മണിയടി ശബ്ദം, പൂജാധൂപത്തിന്റെ ഗന്ധം, ബാലിന്റെ പ്രവാചകരണം ഇതാ 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 എത്തിക്കഴിഞ്ഞു. സ്വരങ്ങളും മന്ത്രങ്ങളും ബാൽദേവന്റെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കട്ടെ. രക്തക്കൊതിയായി ബെൽസബൂൽ, അങ്ങയുടെ പ്രധാന പ്രവാചകനായ അൽദിമിയോസ് അർപ്പിച്ച കുരുതികൾക്കും നേർച്ചകൾക്കും പകരമായി കഴിഞ്ഞ ഒരു വർഷക്കാലം സമരിയായി അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിച്ചു. 4 ദിക്കുകളും നോക്കി ബാലിന്റെ നാമത്തിൽ നാം ആണയിട്ട് പറയുന്നു, വരും വർഷവും സമരിയായിക്ക് സമൃദ്ധിയുടെ കാലമായിരിക്കും. വ്യാജപ്രവാചകന്മാരെ, നിങ്ങളുടെ മന്ത്രങ്ങൾ കേൾക്കാൻ ബാലിന് കാതുകളില്ല. നിങ്ങളുടെ ധൂമങ്ങൾ ശ്വസിക്കാൻ ബാലിന് നാസികയില്ല. ബാൽ കേവലം ഒരു കരിങ്കൽ പ്രതിമയാണ്. ബാലിനെതിരെ സംസാരിക്കാൻ ആരാണ് നിനക്ക് അധികാരം നൽകിയത്? ഇവന്റെ നാവ് പിഴുത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കണം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഏലിയ പ്രവചിക്കുന്നു, വരും വർഷം സമരിയായിക്ക് മഴ ലഭിക്കില്ല. ബാലും ബാലിന്റെ പ്രവാചകഗണവും നാട് കടത്തപ്പെടും. ബാലും ബാലിന്റെ പ്രവാചകഗണവും നാട് കടത്തപ്പെടും. ബാലിനെതിരെ ശബ്ദമുയർത്തിയ നിന്നെ മഴ പെയ്യുന്ന ആദ്യ ദിനം തന്നെ ബാലിന് ബലി നൽകും. ഇത് ബാലിന്റെ പ്രധാന പ്രവാചകൻ അൽദിമിയോസിന്റെ ശപഥം. ബാലിന്റെ പ്രവാചകഗണവും നാട് കടത്തപ്പെടും. പ്രഭു, ഇവൻ നാടിനാപത്താണ്. ഉടനടി പ്രതിവിധി വേണം. ബാലിനെതിരെയും രാജാവിനെതിരെയും ദ്രോഹം ചെയ്ത ഏലിയായെ പിടിച്ചുകെട്ടി വിചാരണ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ നാം കൽപ്പിക്കുന്നു. ഇന്നു മുതൽ നവദിനരാത്രങ്ങൾ ബാലിന്റെ 450 പ്രവാചകന്മാരും സമരിയായി കടുത്ത പൂജാകർമ്മങ്ങളിലായിരിക്കും. ബാലിനാണോ ഏലിയായുടെ ദൈവത്തിനാണോ ശക്തിയെന്ന് നമുക്ക് കാണാം. ഏലിയ സത്യദൈവത്തിന്റെ പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അഗ്നിയേക്കാൾ ശക്തിയാണ്. ദൈവത്തിന്റെ പ്രവാചകൻ ഏലിയായുടെ പ്രവചനം കത്തിജ്വലിക്കുന്ന വേനലായി സമരിയായി ആഞ്ഞുവീശി. ഭക്ഷണവും ദാഹജലവും ലഭിക്കാതെ ജന്തുജീവജാലങ്ങൾ ചത്തൊടുങ്ങി. സമരിയായിലെ ജനം രാജാവായ ആഹാബിനെതിരെയും ബാലിന്റെ പ്രവാചകന്മാർക്കെതിരെയും പഴിചാരി. കുടിക്കാൻ
പറമ്പായി മാറിക്കഴിഞ്ഞു. എവിടെ ബാലിന്റെ പ്രവാചക ഗണങ്ങൾ? എവിടെ ബാലിന്റെ പ്രവാചക ഗണങ്ങൾ? നിങ്ങൾ ദിക്കു നോക്കി പ്രവചിച്ചപ്പോൾ ഈ ദുരിതങ്ങൾ കണ്ടില്ലേ? പ്രഭു, ഈ ദുരിതങ്ങൾക്ക് ബാലും ബാലിന്റെ പ്രവാചക ഗണങ്ങളും എന്ത് വിളിച്ചു? നിർത്ത്. നാടിന് സമൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഞാൻ സമരിയായിൽ ക്ഷേത്രം പണികഴിപ്പിച്ചത്? ഇങ്ങനെ പോയാൽ ഞാൻ പ്രജകളില്ലാത്ത മരുഭൂമിയുടെ അധിപനാകും. പ്രതിപതി, എനിക്കറിയാം ഇത് ഏലിയായുടെ ശാപമാണ്. ഉപാധിക, സമരിയായുടെ 4 അതിർത്തികളിലേക്കും ആളയക്കുക. ഏലിയ എവിടെയായിരുന്നാലും കണ്ടുപിടിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക. ദൈവമേ, എന്റെ വാക്കുകൾ അങ്ങ് പ്രവൃത്തിക്കൊണ്ട് സ്ഥിരീകരിച്ചു. സമരിയ നിവാസികളെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങ് ഈ എളിയദാസനെ അനുഗ്രഹിക്കണേ. ഏലിയ, ഈ വരൾച്ചയുടെ കാലത്ത് നിനക്ക് കുടിക്കാൻ ജോർദാന്റെ തീരത്തുള്ള എറിപ്പുത്തരികയും ജലം അവശേഷിക്കും. നിനക്ക് ഭക്ഷിക്കാൻ കാക്കകൾ അപ്പം കൊണ്ട് വരൾച്ചയുടെ അവസാന കാലത്ത് സറേഫാത്തിൽ നിനക്ക് ഭക്ഷിക്കാൻ വിധവയുടെ മൺകലത്തിൽ പറ്റാത്ത മാവ്. ഏലിയ, ഞാൻ സമരിയ മുഴുവൻ അങ്ങേ തേടി നടന്നു. അങ്ങ് സമരയ്ക്ക് ശാപത്തിൽ നിന്നും മോചനം നൽകണം. ഉപാധിയ, അന്യദൈവാരാധന ഉപേക്ഷിക്കാതെ സമരിയായിക്ക് മഴ ലഭിക്കില്ല. നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ വിളിച്ചു കൂട്ടുക. ഇസബൽ തീറ്റിപ്പൊട്ടുന്ന 450 പ്രവാചകന്മാരെയും. അങ്ങയുടെ ശാപമാണ് സമരിയായിക്ക് ഈ ഗതി വരുത്തിയത്. സമരിയായെ രക്ഷിക്കാൻ ഈ ഞാൻ എന്തു ചെയ്യണം? നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവിന്റെ പ്രവാചകന്മാരിൽ ഈ ഞാൻ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ. ബാലിനാകട്ടെ 450 പ്രവാചകന്മാരും. ആഹാ, അങ്ങ് ഞങ്ങൾക്ക് 2 കാളകൾ തരുവി. ഒന്നിനെ ബാലിന്റെ പ്രവാചകർ കഷ്ണങ്ങളാക്കി വിറകിൽ വെക്കട്ടെ, തീ കൊളുത്തരുത്. മറ്റേതിനെ ഞാൻ മുറുക്കി വിറകിൽ വെക്കാം, ഞാനും തീ കൊളുത്തുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുക. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. സമരിയായുടെ രക്ഷയ്ക്ക് ഇത്തരം ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറാണ്. ഇടിമുഴക്കത്തിന്റെ ദേവനായ ബെൽസബൂൽ, അങ്ങയുടെ പ്രവാചകഗണം അങ്ങേക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. ഞങ്ങളുടെ മന്ത്രങ്ങളെ
മേഘങ്ങളിലും ധൂമങ്ങളിലും പ്രസാദിച്ച് ആകാശത്തു നിന്നും അഗ്നി അയച്ച് ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും ഞങ്ങൾ ഇന്നലെ വരെ അർപ്പിച്ച കുരുതികളുടെയും നവദിന പൂജകളുടെയും യോഗത്തിയാൽ ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്ന ബെൽസബൂൽ, പഞ്ചഭൂതങ്ങളുടെ ഉടയോനെ ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും ഞങ്ങളുടെ ശരീരങ്ങളെ മുറിവേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഗ്നിയായി ഇറങ്ങി വന്ന് ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും സായാഹ്നം വരെ പ്രാർത്ഥിച്ചിട്ട് ബാൽ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല. ഉറക്കെ നിലവിളിക്കും. ഒരുപക്ഷെ ബാൽ സായാഹ്ന സവാരിക്ക് പോയിരിക്കും. യാക്കോബിന്റെയും ദൈവമേ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവേ, ഒരു ദേശത്തെ അന്ധവിശ്വാസത്തിൽ നിന്നും രക്ഷിക്കാൻ ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും ഇസ്രായേലിന്റെ ദൈവം ഏലിയായുടെ ദൈവമായ കർത്താവാണ്. സത്യദൈവം ബലിവസ്തുവിനെ സ്വീകരിച്ചു. ബാലിന്റെ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കണം. അവന്റെ പ്രവാചകഗണത്തെ പിടിച്ച് നാട് കടത്തണം. പിടിക്കും, അവന്റെ പ്രവാചകനെ പിടിക്കും. സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ നിന്നെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ഈ സ്വർഗീയ മഴ സമരിയായിലെ അന്ധവിശ്വാസത്തിന്റെ കറകൾ കഴുകി വെളുപ്പിക്കട്ടെ.